ഇവിടെയൊക്കെ ഉണ്ട് പള്ളിയുടെ അവശിഷ്ടം. ഇവിടെ വലതുവശത്താണ് കേട്ടോ പള്ളിയുടെ അവശിഷ്ടം. ഈ പട്ടികളൊക്കെ ഒന്ന് വണ്ടികൾ ഒരുപാട് വരുമ്പോൾ ഈ പട്ടികളൊക്കെ അങ്ങ് സൈഡ് തോന്നും. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം, അതായിരിക്കും നല്ലത്. ഇവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പണിയുന്നതാ, ഒരു പുതിയ ക്ഷേത്രത്തിൻ്റെ ഗോപുരം, ഒരു ചെറിയൊരു ക്ഷേത്രം ഇവിടെ പണിയുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്, ധനുഷ്കോടിയുടെ ലൈറ്റ് ഹൗസ്. നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് നമ്മൾ അങ്ങ് ദൂരെ നിന്നൊരു പൊടിയായിട്ട് ഇച്ചിരി പോകുന്നൊരു സാധനമായിട്ട് കണ്ടത്. അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുക, എൻട്രൻസ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. എന്തായാലും 9 മണിയൊക്കെ ഉണ്ടാകത്തില്ല ലൈറ്റ് ഹൗസിലൊക്കെ എൻട്രൻസ് എൻട്രി തുടങ്ങാൻ. ഹോട്ടൽ ധർമ്മരാജ്, ഇവിടെ ഒരുപാട് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ആടുകൾ ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാട് ആടുകൾ അഴിച്ചങ്ങോട്ടേക്കാണ്. പട്ടി ഏതാ ആട് ഏതാണെന്ന് അറിയാൻ വയ്യാത്ത. നമ്മുടെ നാട്ടിലേക്ക് ഒരു ആടിനെ കണ്ട പട്ടി വെറുതെ വിടത്തില്ല. പക്ഷെ ഇവിടെയൊക്കെ അവരൊക്കെ കമ്പനി അടിച്ച് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഗൈസ് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു നല്ലൊരു വാല്യുബിൾ ആയിട്ടൊരു ഇൻഫർമേഷനാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. വേറൊന്നുമല്ല, നിങ്ങൾ ഇത്ര രാവിലെ റോഡ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ശാന്തസുന്ദരമായി ഈ ഒരു സ്ഥലം കാണാൻ നിങ്ങൾ ഇറങ്ങിക്കോളൂ. പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇതേപോലുള്ള ബീച്ച് സൈഡിലോട്ടൊന്ന് ഇറങ്ങി പോവാതിരിക്കുക. കാരണം ഈ ഒരു സമയത്ത് ഇച്ചിരി കൂടെ ആളും തിരക്കുമൊക്കെ ആയതിനു ശേഷം മാത്രമേ ഇറങ്ങി പോകാവൂ. അല്ലെങ്കിൽ ഇവിടെയുള്ള പട്ടികളെല്ലാം കൂടെ നിങ്ങളെ ഇറച്ചി കഷ്ണമാക്കും. ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കാരണം ആ 2 പട്ടികൾ ഒരുമിച്ച് ഓടി വന്നത്. ഞാനാണെങ്കിൽ ഓടാതെ ഞാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു പട്ടി ആദ്യമേ ഓടിപ്പോയി. രണ്ടാമത്തവനാണെങ്കിൽ എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ തിരിഞ്ഞു പോയില്ല, തിരിഞ്ഞു നടക്കാതെ അവനെ നോക്കിക്കൊണ്ട് തന്നെ ഞാൻ സ്ട്രെയിറ്റ് നോക്കി നടന്നത്. കാരണം പട്ടീനെ കാണുമ്പോൾ നമ്മൾ പേടിച്ച് പാനിക്കാവരുത്. പാനിക്കായി കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് ഞാൻ ഞെട്ടി തിരിഞ്ഞായിരുന്നെങ്കിൽ അവിടെയുള്ള എല്ലാ പട്ടികളും കൂടെ എൻ്റെ പുറകിന് ഓടി വന്നേനെ. എനിക്ക് ഹെൽമെറ്റും ബാഗും കുന്തവും കുടച്ചക്കറും എല്ലാം കൂട്ടുകൊണ്ട് സൺറൈസ് സൂര്യോദയം. നിങ്ങൾ ആ സൂര്യനെ കാണുന്നുണ്ടോ ഗൈസ്? നമുക്ക് കുറേ കട മുന്നോട്ട് പോകാം. സൂര്യോദയം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ധനുഷ്കോടിയിലെ സൂര്യോദയത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കാരണം ഞാൻ ഇന്നേവരെ കടലിൽ സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടില്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ സൂര്യോദയം കാണുന്നത്. ഇവിടെ കാണുന്ന ഇറങ്ങി നിൽക്കാൻ പറ്റിയൊരു ഇവിടെ എത്രത്തോളം ദൂരെ ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് എനിക്ക് ഇവിടെ വണ്ടി എടുത്തിട്ട് ഇവിടെ ഇറങ്ങി ഇവിടെ നല്ലപോലെ കാണാൻ പറ്റും. ഇവിടെയും പട്ടികളൊക്കെ കാണും, ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങി വരിക. കണ്ടോ ഗൈസ്, നിങ്ങൾ ആ സൂര്യൻ്റെ ആ ഒരു ചുവന്ന കളറൊന്ന് നോക്കി. ഏറ്റവും മുകളിൽ ലൈറ്റ് കളർ, അതിന് താഴോട്ട് വരും തോറും ആ ഒരു ചുമന്ന കളറിൻ്റെ ഒരു തീവ്രത കൂടിക്കൊണ്ടിരിക്കും. ഒരു കനൽക്കട്ട പോലെ, ശരിക്കും അതൊരു കനൽക്കട്ട. ബംഗാൾ ഉൾക്കടലിൽ സൂര്യൻ ഉദിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ധനുഷ്കോടിയിൽ നമ്മൾ കാണുന്നത്. എത്ര ശാന്തസുന്ദരമായ സ്ഥലം. വേറെ പട്ടികളൊന്നും ഇവിടെ വരാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. വളരെ ശാന്തസുന്ദരമായ സ്ഥലമാണ്. ആ വെള്ളത്തിലിങ്ങനെ ഗോൾഡൻ കളറാണ് സൂര്യൻ്റെ ആ ഒരു പ്രതിധ്വനി ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ വരുമ്പോൾ ആ ഒരു ഓളത്തിനകത്ത് ആ ഒരു ഇങ്ങനെ വരുമ്പോൾ എന്നാ രസമെന്നറിയാം. ഇത് നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും ഭംഗി. എൻ്റെ മോനെ കിടിലോസ്കി. നമുക്കിനി തുടർന്ന് ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ വണ്ടി ഇവിടെ ഇരിക്കുക. വണ്ടിയുടെ താക്കോൽ ഞാൻ എപ്പോഴും എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ അടുത്തെങ്ങാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, താക്കോൽ ഇവിടെ വെച്ചിട്ടങ്ങ് പോകും. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇനിയും കുറേ കൂടെ മുന്നോട്ട് പോകാം. ബാക്കിയുള്ള കാഴ്ചകളിലോട്ട് പോകാം. ഒരുപാട് കാഴ്ചകൾ മുന്നിൽ കാത്തിരിക്കുന്നുണ്ടാവും. പെട്രോൾ 3 കട്ടയേ ഉള്ളൂ. അടിച്ചുകൊണ്ട് വരണ്ടായിരുന്നു. ഒരു മണ്ടത്തരമായി പോയി. പിന്നെ 10-20 കിലോമീറ്ററേ ഉള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളങ്ങനെ അവസാനത്തെ ആ ഒരു അശോക സ്തംഭം നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇത് എൻഡിങ് ഓഫ് ഇന്ത്യയുടെ അവസാനം. കാണാൻ ഒരു 100 തിര ഒന്നിച്ചു വരുന്നു. നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് മോനെ കാണേണ്ടത്. ഇവിടെ നിർത്തി ഇതും കൂടെ വീഡിയോ എടുത്തുകൊണ്ട് പോയാൽ മതി.
അയ്യോ ഇപ്പോൾ മറിഞ്ഞടിച്ചിട്ട് വീണ റോഡാന്ന് പറഞ്ഞേ ഈ തിരയടിച്ച് കയറിയിട്ടേ മൊത്തം കണ്ട മണ്ണായിരുന്നു കൂട്ടം മണ്ണ്. ഹലോ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ 3ാമത്തെ വട്ടമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓരോ വട്ടവും ഗോപ്രോയുടെ സെറ്റിങ്സിൽ ഓരോ പണികൾ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ധനുഷ്കോടി എത്തി നമ്മുടെ അശോക സ്തംഭത്തിനടുത്ത് എത്തിക്കട്ട് നമ്മൾ എന്ത് ചെയ്തു, അത്യാവശ്യം അവിടേക്ക് ഒന്ന് കണ്ട് ആസ്വദിച്ചൊക്കെ മുന്നോട്ട് നടന്നു. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന അറേബ്യൻ കടലിൻ്റെ വെരി വെരി സോറി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആ ഒരു ബീച്ച് സൈഡിലാണ്. ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ തിരകളുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരുപാട് തിരകൾ അടിച്ചു കയറി വരികയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ശക്തമായി വരികയെന്നല്ല, എണ്ണം കൂടുതലാണ്, ശക്തി കുറവും എണ്ണം കൂടുതലുമാണ്. ഇത് കാണുമ്പോൾ എനിക്കാണെങ്കിൽ പല സിനിമകളിൽ ഈ പടക്കപ്പലുകളില്ലേ, യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കയറി വരുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ ബംഗാൾ ഉൾക്കടലാണെങ്കിൽ ഒട്ടും തന്നെ തിരയല്ല. ഞാനത് കാണിച്ചു തരാം. ബംഗാൾ ഉൾക്കടലിൽ തിരയില്ലാത്തത് കൊണ്ടാണോ അതോ അപകടം ഉണ്ടായത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കൈകാലികൾ നനയ്ക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും ഇറങ്ങി നടക്കുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് ആൾക്കാർ കണ്ട ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട്, കാലുകൾ നനയ്ക്കുന്നുണ്ട്. കണ്ടില്ലേ? ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുടെ എണ്ണം കുറവാണ്, പക്ഷേ നല്ല തിരക്കുണ്ട്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. രാവിലെ ഇനി ആൾക്കാർ കയറി വരുത്തതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് തുറന്ന് വരുന്നതേ ഉള്ളൂ. ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ചാണല്ലോ ഓരോന്ന് തുറന്ന് വരുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ചോളം വരുന്നുണ്ട്, പിന്നെ കുറേ ശംഖിൻ്റെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. ശംഖുകളുടെ പ്രത്യേക തരത്തിലുള്ള ശംഖുകൾ അവർ ഡിസൈൻ ചെയ്ത് പോളിഷ് ചെയ്ത് വിൽക്കാൻ വെച്ചിരിപ്പുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെടുക്കുന്ന ഒരു എഫർട്ടിൻ്റെ കൂലിയായിരിക്കണം. അപ്പോൾ ഓരോരുത്തരും അങ്ങ് മുങ്ങി കുളിക്കുകയാണ്, ഉള്ളിലോട്ട് ഇറങ്ങി നീന്തിയൊക്കെ കുളിക്കുന്നുണ്ട് അവരാണ് ആ ഒരു ഭാഗത്ത്. അതൊക്കെ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചായിരുന്നു. അപ്പോൾ ഒരു കാല് നനയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കടലിലോട്ട് ഇറങ്ങി കളിക്കുന്നില്ല. നമ്മൾ ഇനിയിപ്പോൾ ബംഗാൾ ഉൾക്കടൽ നമുക്കിനി ബംഗാൾ ഉൾക്കടലും കൂടെ ഒന്ന് കാണാം. ഇത്രയും തിരക്ക് അവിടെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കണമല്ലോ. എല്ലാവർക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മതി, കാരണം ഇജാതി തിരക്കുണ്ടായിട്ടുണ്ട്. നമുക്കിനി ബംഗാൾ ഉൾക്കടലിലെ കാഴ്ച ഒന്ന് കാണാം. കാരണം ഞാൻ ഇവിടെ കയറിയ സമയം തൊട്ട് ഞാൻ പറയുന്നുണ്ട്, ബംഗാൾ ഉൾക്കടലിൽ തിരയില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയതാണോ അപകടം കൊണ്ട് ഒഴിവാക്കിയതാണോ നമുക്കറിയണമല്ലോ. ഇതുണ്ടല്ലോ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ തുറന്നു വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. കാരണം ചൂടായതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ശംഖ് കാര്യങ്ങളൊക്കെയാണ്, വ്യത്യസ്തമായ ശംഖ് കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അത്യാവശ്യം റേറ്റൊക്കെയാണ്. ഇതൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ കുക്കുംബറുണ്ട്, പൈനാപ്പിൾ, പിന്നെ തണ്ണിമത്തൻ, അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ജ്യൂസാണെന്ന് തോന്നുന്നു. ജ്യൂസല്ല, ഈ
അരിഞ്ഞിട്ടിങ്ങനെ ഗ്ലാസ്സിലേക്കിട്ട് കൊടുക്കുക, മറ്റേ ഗ്ലൂക്കോസ് പൊടിയോ ഉപ്പോ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട്, അങ്ങനെ പരിപാടി. ഇതാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു കടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിരയില്ല, വെറും ഓളങ്ങൾ മാത്രമേ ഉള്ളൂ, വെറും ഓളങ്ങൾ മാത്രം. ആ സൂര്യൻ്റെ ആ ഒരു ഉദിച്ചുയർന്ന ആ ഒരു സൂര്യൻ്റെ ഒരു വെളിച്ചമുണ്ടല്ലോ, അത് കടലിൽ നല്ല രീതിയിൽ തന്നെ പ്രതിധ്വനിക്കുന്നുണ്ട്. മനസ്സിലായോ? വളരെ ശാന്തസുന്ദരമായ കടലാണ്. ഒരു കടലിന് ഇത്രയും ശാന്തമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഒരു ഒറ്റ തിരയില്ല. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ബീച്ച് സൈഡ് പോലെയാണ് ആ ഭാഗത്ത് മൊത്തം. എന്നിട്ട് അവിടെ ഒന്നും ഒറ്റ തിരവില്ല, ഓളങ്ങളാണ്, നല്ല ഓളങ്ങളാണ്. അവിടെ ആണെങ്കിൽ കടലുകൾ രണ്ടും കൂടെ കൂട്ടി യോജിക്കുകയാണ്. അപ്പം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തിരയുണ്ടാക്കുന്ന ഓളങ്ങൾ കാരണം അവിടെ ആ ഭാഗത്ത് കുറച്ച് കൂടുതൽ ഓളമുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഇവിടേക്കെങ്ങും എന്താണ് തിരയായിട്ടൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷയൊക്കെ കണ്ടോ, 1200 1500 പാക്കേജിൽ ഇവിടെയുള്ള സകല അമ്പലങ്ങളും കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള അമ്പലങ്ങൾ കൊണ്ടുപോയി വെയിറ്റ് ചെയ്യും. നമ്മൾ വരുന്നവരെ പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനായിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ ദൂരം കുറവായാലും അവർക്ക് നല്ല ലാഭമുള്ള പരിപാടിയാണ്. മനസ്സിലായില്ലേ? എനിക്ക് അശോക സ്തംഭത്തിൻ്റെ എടുത്ത് വെച്ചിട്ടേ ഒരു സെൽഫി എടുക്കണമെന്നുണ്ട്. സെൽഫി എടുത്തിട്ട് നമുക്ക് ബാക്കി ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിംഗ് ഒക്കെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാം. ഈ സാധനം നിൽക്കുന്ന റൈഡറിനെ കണ്ട, പുള്ളിക്കാരൻ വീസ്റ്റോമിനകത്ത് വന്നേ, മഹാരാഷ്ട്രക്കാരനാണ്. അത്യാവശ്യം ഏജിലുണ്ട്, ചൊട്ടപ്പയ്യല്ല. മഹാരാഷ്ട്രക്കാരാണ്. ഞാനാണ് പുള്ളിക്ക് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തത്. ഹിന്ദിയാണ്, ഇംഗ്ലീഷിൽ അഡ്ജസ്റ്റ് ചെയ്തു. പുള്ളി സോളോ ആണോന്നൊക്കെ ചോദിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. നമുക്ക് ഇനി ഇവിടെ നിന്ന് വേറെ ഡെസ്റ്റിനേഷനൊന്നും ഇല്ലല്ലോ, നമ്മൾ ഇവിടെ മാത്രം തേടി വന്നതല്ലേ. അപ്പോൾ ഇവിടെ അപ്പോൾ അതുകൂടെ ഒരു യാത്രയാകുമ്പോൾ ഇതേപോലെ പല ആൾക്കാരെ ഇങ്ങനെ കണ്ടുമുട്ടിയെന്നൊക്കെ വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെ തണുത്ത വെള്ളം കിട്ടി. ഇവിടെ നിന്ന് തണുപ്പ് കാണത്തില്ല. നമുക്കല്ലേ കടയിൽ നിന്ന് ഒരു വെള്ളം മേടിക്കണം. കാരണം വെയിൽ കൂടുന്നതിന് മുന്നേ നമുക്ക് വെള്ളം മേടിച്ച് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഒന്നാമത് ചൂട് കൂടുതലാണ് ഇവിടെ. പിന്നെ രാവിലെ വന്നുകൊണ്ട് നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. നിങ്ങളിപ്പം ചൂട് നിങ്ങൾക്ക്, ഞാൻ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഒരു യാത്ര വരുന്നുണ്ടെന്ന്. അപ്പോൾ ഒരുപാട് പേര് ചൂടാണ് നെഗറ്റീവാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ചൂടും മഴയും കാടും മേടും എനിക്കൊരു പുത്തരിയല്ല. പോണമെന്ന് തീരുമാനിച്ച് നമ്മളത് പോവും. അത് എവിടെ ആണെങ്കിലും ഏത് പാരാത്രിയാണെങ്കിലും നമ്മൾ പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്ന സമയത്ത് എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതെല്ലാം ക്യാപ്ചർ ചെയ്ത് അതെല്ലാം അടുത്ത് പോയി കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. കാരണം ആ പുള്ളി എനിക്ക് തംസിപ്പൊക്കെ തന്നിട്ട് പോയി. പുള്ളി നൈസായിട്ട് വന്നു, 2 ഫോട്ടോ എടുത്ത് പോയി. ഇല്ല, നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട്. അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെങ്ങുമല്ല, ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഇല്ലേ, ഇവിടെ പഴയ ആ ഒരു ധനുഷ്കോടിയുടെ ഓർമ്മകൾ അയാളെ ഇറക്കുന്ന ആ ഒരു സ്ഥലം. ഒരു പക്ഷേ അന്ന് ആ ഒരു സുനാമി അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ധനുഷ്കോടി വളരെ വലിയൊരു തുറമുഖമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്.